സ്വന്തം മക്കളെ, അതിന് എത്ര മക്കൾ വീട്ടിലുണ്ടെങ്കിലും, അതിന് ആണായാലും പെണ്ണായാലും ഇനി പെൺമക്കൾ മാത്രമുള്ള വീട്ടിലായാലും ഒരേ അളവിൽ സ്നേഹിക്കാൻ കഴിയുന്ന അമ്മമാർ നമ്മുടെ സമൂഹത്തുണ്ടല്ലേ. എന്നാൽ സ്വന്തം മക്കളെ വേർതിരിച്ച് കാണുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും അങ്ങനെയുള്ള അമ്മമാരായിരിക്കും നമ്മുടെ സമൂഹത്ത്. ശരിയല്ലേ? ചിലർ പറയാറില്ലേ, മക്കൾ ആ മക്കൾക്ക് അമ്മമാരോടാണ് ഭയങ്കര സ്നേഹം, പെൺമക്കൾക്ക് അച്ഛന്മാരോടാണ് സ്നേഹമെന്ന്. അത് ശരിയാണ്. എന്നാൽ ഇവർ വളർന്നു കഴിയുമ്പം, ഇവരെ കല്യാണം കഴിച്ച് കഴിയുമ്പം, മോളെ കെട്ടിച്ച് വിടുന്നിടത്ത് മരുമോൻ മോളെ സംരക്ഷിക്കുകയും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പം അവൻ നല്ലൊരു മരുമോൻ അല്ലേ. എന്നാ കെയറിങ് അവൻ എൻ്റെ മോളെ. അവനെപ്പോലൊരു മോനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. എന്നാലോ സ്വന്തം മോൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരും. ചിലപ്പോൾ സ്നേഹിച്ചായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അറേഞ്ച്ഡ് വിവാഹമായിരിക്കും. കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ ഒന്ന് സ്നേഹിക്കുകയോ അവളെ കെയർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ പെൺകോന്തനായി അല്ലേ. അവൻ പെൺകോന്തനാവുകയും ചെയ്യും. തലയണ മന്ത്രം, പിന്നെ എന്തൊക്കെ അമ്മ പറഞ്ഞു പിടിപ്പിക്കാവോ അതെല്ലാം അമ്മ പറഞ്ഞു പിടിപ്പിക്കും. എന്താ അല്ലേ അമ്മേ, ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇങ്ങനെ സ്വന്തം മോനല്ലേ, അല്ലെ സ്വന്തം മോളല്ലേ, എന്തിനാ ഇങ്ങനെ വേർതിരിവ് കാണുന്നത്? ഇത് ആണും പെണ്ണുള്ള വീട്ടിലല്ലേ കേട്ടോ, പെണ്ണുങ്ങളുള്ള വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മൂത്തേനെ ഇളയതിനെ വേർതിരിച്ച് കാണുക. എന്തിനാ ഇങ്ങനെ കാണുന്നത്? ആ അമ്മയുടെ വയറ്റിലല്ലേ ഇങ്ങനെ ഒരേപോലെ ജനിച്ചതല്ലേ പിള്ളേർ. ഒരേപോലെ ഒരു 10 മാസം 9 മാസം ചുമന്ന് തന്നെയല്ലേ ഈ മക്കളെ അങ്ങോട്ടും അവരെല്ലാവരെയും ചുമന്ന് തന്നെ പ്രസവിച്ചേ. പിന്നെ എന്തിനാണ് വേർതിരിവ്? ഇപ്പോൾ തവിട് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ലല്ലോ. മാറി ചിന്തിച്ചാൽ നല്ലത്. മാറി ചിന്തിക്കട്ടെ.